ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ജനുവരി 1 നമ്മൾ 2026 ജനുവരി 1 വീഡിയോ ആണ് കേട്ടോ. പക്ഷേ അതിനുശേഷം നമുക്ക് ഒരുപാട് വീഡിയോസും കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വന്ന് പെട്ടതുകൊണ്ട് ഈ വീഡിയോ അങ്ങനെ മുങ്ങിപ്പോയതാണ്. ഞാനങ്ങനെ ചെറുതായിട്ട് എടുത്ത് വെച്ചതായിരുന്നു. ആദ്യം ഷോർട്സ് ആയിട്ട് എടുക്കണോ ഈ വീഡിയോ എന്ന് വിചാരിച്ചു. കാരണം ഇതെന്താ വെച്ചാൽ നമ്മൾ അരീക്കോട് ഞങ്ങളുടെ നാട്ടിൽ അരീക്കോട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പൊതിച്ചൊരു ഉച്ചക്കൊക്കെയുള്ള ഫുഡ് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞ ദിവസമാണ് കേട്ടോ. അപ്പോൾ 1 ആയതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ അവർ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഏറ്റവും ഒരു 5-6 പൊതിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് സാധാരണ. ഇപ്രാവശ്യം ഞാൻ പറയില്ല 1 ആയതുകൊണ്ട് നമ്മൾ 31 അവസ്ഥ, പിന്നെ ഐറൂസിൻ്റെ ബർത്ത്ഡേ ഒക്കെ വരാനുള്ളതുകൊണ്ട് നമ്മൾ പരിപാടിയൊക്കെ എങ്ങനെയൊക്കെയാണ് എന്താണെന്നൊന്നും ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 3 പൊതി ഞാൻ എന്തായാലും ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 31 ആണെങ്കിൽ ഐറൂസിന് മുടി വെട്ടാനും മോളൂനും എനിക്ക് ഫേഷ്യൽ ചെയ്യാനൊക്കെ പോയി രാത്രി വന്നപ്പോൾ ഈ കവർ കടല അത് കൊടുത്തേക്കാനുള്ള കവർ സംഭവങ്ങളൊക്കെ നമ്മുടെ എന്താ സിറ്റ് ഔട്ടിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും രാവിലെ അത് ഉണ്ടാക്കി കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ. പക്ഷെ അന്ന് നടക്കൂ എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. എന്തായാലും രാവിലെ കുഴപ്പമൊന്നുമില്ലാതെ ഉണ്ടായപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനാണ് രാവിലെ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ തലേന്നൊക്കെ ആയിട്ട് പുറത്ത് പോകേണ്ട ഓരോ ആവശ്യങ്ങളും വീട്ടിൽ നിൽക്കാത്തതുകൊണ്ട് ഹോസ്പിറ്റലാണ് അന്ന് ആ ഒരു സമയത്തായിരുന്നു ഇതുമൂനിയും എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ ഡോക്ടറെ കാണിക്കും. മുട്ടിൻ്റെ വേദനക്കും ഇതുമൂരെ ആ അലർജിക്കൊക്കെ കാണിക്കാനും എന്നും ഓരോ കാര്യത്തിനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അപ്പോൾ വീട്ടിൽ സത്യം പറഞ്ഞാൽ പച്ചക്കറികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ 31 രാത്രിയാണ് അന്ന് വീട്ടിലേക്ക് കയറി വന്നതും. നല്ലുള്ളത് വെച്ചിട്ട് നമ്മൾ അടിപൊളിയാക്കി എടുക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ചിക്കനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ പച്ചക്കറികൾ കറി വെക്കാനുണ്ടായിരുന്നു. ഉപ്പേരിക്ക് കുറച്ച് പാവയ്ക്കും പയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ചിക്കനോട് കറി ഉണ്ടാക്കാമെന്ന്. ഞാൻ സാധാരണ ഉണ്ടാക്കാറുള്ളത് നല്ലൊരു പച്ചക്കറി കൊണ്ട് കറിയും പിന്നെ എന്തെങ്കിലും ചിക്കൻ പൊരിച്ചതോ അല്ലെങ്കിൽ മീൻ പൊരിച്ചതോ മുട്ട പൊരിച്ചതോ അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാക്കി വെക്കാറുള്ളത്. അപ്പം ഞാൻ വേഗം കൊണ്ടുവന്ന് ചിക്കൻ ഇങ്ങനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചു. പിന്നെ ചോറ് വെക്കാൻ നമ്മൾ സാധാരണ നമുക്ക് വെക്കുന്ന ചോറ് പോരല്ലോ. അപ്പോൾ 3 പൊതി എക്സ്ട്രാ അങ്ങനെ കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ വലിയൊരു ചെമ്പട്ടിയിലാണ് ഇന്ന് ചോറ് അടുപ്പത്. നമുക്ക് ഇത്തിരിയല്ലേ വെക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വലിയൊരു പാത്രത്തിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കറണ്ട് അടുപ്പുമ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു ചായപാത്രത്തിൽ ഇങ്ങനെ 2-3 പാത്രം തിളപ്പിച്ച് ഇങ്ങനെ ഞാൻ ഇവിടെ നമ്മുടെ ഗ്യാസ് അടുപ്പുമ്പോൾ കൊണ്ടുപോയിട്ട് പാർന്ന് ചെമ്പട്ടിയിൽ വെച്ചിട്ട് ആണ് ചോറ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ അരി ഇട്ടാൽ മതി. 3 പൊതിയല്ല, വലിയ കൂടുതലൊന്നും ഉണ്ടാക്കേണ്ട. എന്നാലും നമ്മൾ സ്ഥിരം കുറച്ച് ഉണ്ടാക്കി ശീലമായ പ്രത്യേകിച്ച് എനിക്ക് നമ്മൾ 2-3 ആൾക്കാരെല്ലാം ഉള്ളു. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി എനിക്ക് ഇതന്നെ ആദ്യം കുറേ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ വീട്ടിൽ കുറേ ആൾക്കാരും പിന്നെ അമ്മയൊക്കെ ഉള്ള കാലത്ത്, ഇവിടുത്തെ അമ്മ ഉള്ള കാലത്തൊക്കെ നമ്മൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ വരും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ അങ്ങനെ കറക്റ്റ് വെക്കാറൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് എക്സ്ട്രാ അങ്ങനെ വെക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ പിന്നെ അതൊന്നും അല്ലല്ലോ. ഫുഡൊന്നും ആർക്കും വേണ്ട. സത്യം പറഞ്ഞാൽ ഉച്ചക്ക് കഴിച്ചാൽ പിന്നെ രാത്രി വേണ്ട, അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ ആയതുകൊണ്ട് കണക്കാക്കി തന്നെ വെക്കാറുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ചോറാവുമ്പോൾ ബാക്കിയായാലും ആരും കഴിക്കൂല. ഇനി രാവിലത്തെ അപ്പോ ദോശ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെയും മക്കൾ രാത്രിയോ വൈകുന്നേരമൊക്കെ എടുത്ത് കഴിക്കും. എന്തെങ്കിലും വെറും ചോറ് പ്രത്യേകിച്ച് ആരും കഴിക്കൂല. നെയ്ച്ചോറാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ചോറ് ഇപ്പോൾ ഇന്ന് ഒരു 1 കിലോൻ്റെ അടുത്തെടുത്ത് നന്നായിട്ട് കഴുകി നമ്മൾ അടുപ്പത്തേക്ക് ഇട്ടു. പിന്നെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് സെറ്റാക്കി എടുക്കണം. അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാനിങ്ങനെ ഈ ഒരു സംഭവം ഞാൻ ഷോർട്സ് ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഞാൻ കരുതിയ ഒരു ചെറിയ ലോങ് വീഡിയോ ആക്കാമെന്ന്. അങ്ങനെ ചോറ് അടുപ്പത്തിട്ടു. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാനുള്ള പച്ചക്കറികളൊക്കെ ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ഒന്ന് തൊലിച്ച് റെഡിയാക്കി ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ അരിയിട്ടതിന് ശേഷം അവിടേക്ക് വെള്ളം ഇങ്ങനെ തൂവിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്യാസ് അടുപ്പുമ്പോൾ ഇങ്ങനെ തെറിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തുടക്കണതാണത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി പിന്നെ അരി ഒന്നും കൂടിയൊക്കെ ഒന്ന് നന്നാക്കി ഇളക്കി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും പച്ചക്കറി അരിഞ്ഞ് തരണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അതിന് കാരണം എന്താ വെച്ചാൽ രാവിലെ ഞാൻ എണീറ്റ് ഇപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് നിൽക്കുന്നത്. കാരണം നമ്മൾ തലേന്നൊന്നും വീട്ടിലില്ലാത്തതുകൊണ്ട് ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, സാധനം ഉണ്ടോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു 4-5 ദിവസമായിട്ട് ഞങ്ങൾ എന്നും രാവിലെ പോകാൻ വൈകുന്നേരം വരെ രാവിലെ അങ്ങനെയായിരുന്നു. ഞാൻ ഷോർട്സ് ആയിരുന്നു കാര്യമായിട്ട് ഇടാറുണ്ട്.
ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ ഉണ്ടാക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ രാവിലെ നിൽക്കുമ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എന്നാൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പൊറോട്ട മുട്ടക്കറി എന്തെങ്കിലും ഞാൻ പിന്നെ കടയിൽ നിന്ന് കൊണ്ടുവരാം, ഇപ്പോൾ തൽക്കാലം ചോറുണ്ടാക്കിക്കോ, കൊടുത്തേക്കാനുള്ള ചോറ് വേഗം റെഡിയാക്കിക്കോ, കാരണം 10 മണിയാകുമ്പോഴേക്കും വരുമല്ലോ, അപ്പം അതുകൊണ്ട് വേഗം അത് റെഡിയാക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് സമാധാനമായിട്ടോ, പിന്നെ വേറെ ഹെൽപ്പൊന്നും നമുക്ക് വേണ്ടല്ലോ, ഇത് കേട്ടാൽ തന്നെ സമാധാനമാണില്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു അരമണിക്കൂറിൻ്റെ പണി തന്നെ അവിടെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ പിന്നെ വേഗം ഒന്ന് ചെയ്തിരുന്നു വേണ്ടാന്ന് കയറി പറഞ്ഞ് വേഗം ഞാൻ എൻ്റെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് പിന്നെ ചതക്കി എടുക്കുകയാണ് ചെയ്യണത്. നമ്മുടെ ചിക്കൻ കറിയൊക്കെ വേഗം മിക്സിയിലേക്ക് അതൊക്കെ പച്ചമുളകാണ് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതാക്കി ഇങ്ങനെ മുറിച്ചിടുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയിട്ട് ആ മിക്സിൻ്റെ ജാറൊക്കെ ഇടുന്നുണ്ട്. സാധാരണ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ കഴിയുമ്പോക്കിന് ഈ പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതക്കി വെക്കാറുണ്ട് ഓൾറെഡി ഫ്രിഡ്ജിൽ. ഇന്നിപ്പോൾ അതൊന്നും ഇപ്പോൾ 2 ദിവസമായിട്ട് വീട്ടിലില്ലാത്തതുകൊണ്ട് അതൊന്നും ഇല്ല കേട്ടോ, ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ തന്നെ അതും ഒക്കെ ചതക്കിയെടുത്ത് എനിക്കിത് ഈ ഒരു ചതക്കി സംഭവം ഫ്രിഡ്ജിലുണ്ടെങ്കിൽ പിന്നെ ഒരു സമാധാനം കേട്ടോ. ഇനി പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിലും മീൻ കറി ഉണ്ടാക്കുകയാണെങ്കിലും ഏത് കറി, ഇപ്പോൾ നമ്മൾ കടലക്കറി ആണെങ്കിലും ഒക്കെ ഞാൻ ഇടുന്നൊരു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് സാധാരണ ഇടും, എല്ലാവരും ഇടുമല്ലോ അല്ലേ. അപ്പോൾ എനിക്കതിങ്ങനെ ഓൾറെഡി ഫ്രിഡ്ജിലുണ്ടായ ഒരു സമാധാനമാണ് കേട്ടോ. പക്ഷെ അന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ചതക്കി വെച്ച് ഞാൻ വേഗത ചിക്കൻ കറിക്കുള്ള ഉള്ളി നൈസാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. അത് വാട്ടി പിന്നെ എന്താ പറയുക, നമ്മൾ ചിക്കൻ കറി തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ലൊരു കുറച്ച് കറിയായിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. അത് വേറെ നമ്മൾ കറി വെക്കാനോ സാമ്പാർ കഷ്ണോ അല്ലെങ്കിൽ വെള്ളരിക്ക വെണ്ടയ്ക്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തേങ്ങയൊക്കെ വറുത്തരച്ച് വെണ്ടയ്ക്ക കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ കറി തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ഉള്ളി നന്നായിട്ട് അരിഞ്ഞ് അത്യാവശ്യം ഒരു 3-4 ഉള്ളി എടുത്തിട്ടുണ്ട്. കറി കുറച്ചൊരു തിക്കായിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉള്ളി വാട്ടി വരുന്ന സമയത്ത് ഞാൻ ചോറ് വെന്തണമെന്ന് നോക്കണം. ചോറ് പിന്നെ റേഷൻ കടയിലുള്ള അരി തന്നെയാണ്, അതുകൊണ്ട് പെട്ടെന്ന് വേവുന്നുണ്ട്. അവിടെ നമുക്ക് സാധാരണ വിറകെടുപ്പോ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഈ ചോറ് വെക്കുന്ന റൈസ് കുക്കർ ഇല്ലേ എന്നൊക്കെ. പിന്നെ റൈസ് കുക്കർ ഉണ്ട് കേട്ടോ, അത് ഇതവിടെ നമ്മുടെ പിന്നെ എന്താ പറയുക റാക്കിൻ്റെ നുറുക്ക് വെച്ചിട്ടുണ്ട്. റേഷൻ കടത്തെ അരി തന്നെ ആവുന്നതുകൊണ്ട് അതിൽ നിന്ന് തന്നെ പെട്ടെന്ന് തളിച്ചാൽ പോകുമല്ലോ. ഞാൻ അങ്ങനെ ഇറക്കി വെക്കാറില്ല കേട്ടോ സാധാരണ. പിന്നെ കുറുവ അരി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ അങ്ങനെ വെക്കാറുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഞാൻ നോക്കാറില്ല. നല്ല കുറച്ച് വേവുള്ള അരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുക്കറിൽ വേഗം വെക്കും, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പിന്നെ അധികം ഇവിടെ നമ്മളെ വീട്ടിൽ പിന്നെ നെയ്ച്ചോറ് തന്നെ ആണല്ലോ, നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം. അങ്ങനെ വെറുചോറ് വെക്കേണ്ട ആവശ്യം ഇങ്ങനെ വരാറില്ല. ഇപ്പോഴൊക്കെ ആയിട്ടാണ് അടുത്ത് വെക്കൽ തുടങ്ങിയത് കേട്ടോ. എന്തായാലും ഞാനിതാ ചിക്കൻ കറി നന്നായിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. ഉള്ളി വാട്ടി ഒന്ന് തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു. മസാലപ്പൊടികളായിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാടിയ ശേഷം അതാ നമ്മൾ ആവശ്യത്തിന് ചിക്കൻ ഒരു 2-3 പീസ് ഞാൻ അങ്ങനെ മാറ്റി വെച്ചതാണ്. എന്താ വെച്ചാൽ ഐറൂസ് വരികയാണെങ്കിൽ ഉച്ചക്കോ എപ്പോഴാണ് നല്ല വരികയാണെന്നുണ്ടെങ്കിൽ ഓനെന്തെങ്കിലും പൊരിച്ച് കൊടുക്കുക എന്ന് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് ഒരു 3-4 പീസ് ചിക്കൻ എടുത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ അതിൽ തന്നെ ഇട്ടു കേട്ടോ. ഇനി തികയാതൊക്കെ ഇത് കൊടുക്കും, നമുക്ക് വൃത്തിക്ക് കൊടുക്കണമല്ലോ ആർക്കും കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാനത് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ചിക്കനൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതാ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കട്ട് ആദ്യമൊന്നും വെള്ളം പാർന്നില്ല ചിക്കനിൽ. മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ തിളച്ച വെള്ളമൊക്കെ പാർന്നിട്ട് അങ്ങനെ സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇടയ്ക്കതാ ഞാൻ ചോറ് വെന്തുക്കണമെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്, ചിക്കൻ അങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിക്ക് ചിക്കൻ കറിക്ക് പാരാനുള്ള വെള്ളം ഞാൻ കരടുപ്പം തിളപ്പിച്ചിട്ട് അവിടെ കോപ്പയിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിക്ക് ആവശ്യത്തിനുണ്ടോ തിളച്ച വെള്ളം ഇങ്ങനെ അതിക്ക് കുറേശ്ശെ പാർന്നു കൊടുത്ത് റെഡിയാക്കുകയാണ് കേട്ടോ. ചിക്കൻ കറി വെക്കുമ്പോൾ നമ്മൾ പച്ചവെള്ളം പറഞ്ഞാൽ ടേസ്റ്റ് കുറയുന്നൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണതാണ്. പിന്നെ അത് അങ്ങോട്ട് ശീലമായി. ഇപ്പോൾ എല്ലാം ഇപ്പോൾ നമ്മൾ പൊട്ടറ്റോ കറി വെക്കുകയാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. നമ്മൾ ഉള്ളിയൊക്കെ വാട്ടി വെക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു തിളച്ച വെള്ളം തന്നെ പാരാറുള്ളത് കേട്ടോ. പക്ഷേ മീൻ കറി ആണെങ്കിൽ നമ്മൾ പുളിവെള്ളം ഒഴിക്കുമല്ലോ, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പുളിവെള്ളം ആകുമ്പോൾ നമുക്ക് ചൂടുള്ള എന്താ പറയുക വെള്ളമൊന്നും പറയാൻ കഴിയില്ലല്ലോ, അങ്ങനെ തന്നെ ചെയ്യും. അങ്ങനെ എന്താ കറി നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്, അതവിടെ തിളച്ച് അങ്ങനെ വേവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചോറ് അടിപൊളിയായിട്ട് വന്നു കേട്ടോ. പിന്നെ ആ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ഊറ്റാണ് ചോറ്. അതായത് ഈ ഒരു ചെമ്പട്ടി കറക്റ്റാണ്. നമ്മൾ 1 കിലോ ചോറാണ് ഇന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഗ്ലാസ്സാണ് അളവ്, അതിൻ്റെ അടുത്ത് നായി ഒന്നും ഇല്ല കേട്ടോ. മറ്റേ നമ്മൾ അളവിൻ്റെ നായി പാത്രം ഉണ്ടല്ലോ അതൊന്നുമില്ല, പണ്ട് ഉണ്ടായിരുന്നു. അതെന്താ എനിക്കറിയില്ല, ഇങ്ങനെ ഇവിടെ പോയി കാണാനില്ലാതായി പോയി. അപ്പോൾ ഞാനൊരു ഗ്ലാസ് അളവെടുത്താണ്. അപ്പോൾ 6 ഗ്ലാസ്സാണ് ഇതിൻ്റെ ആ ഒരു ഗ്ലാസിൻ്റെ പിന്നെ 1 കിലോ എന്ന് പറയുന്നത് ആ ഗ്ലാസ്സിന് 6 ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ആ ഗ്ലാസ് പൊട്ടുന്ന ഗ്ലാസ്സാണ്, പൊട്ടിപ്പോയി എന്ത് ചെയ്യുന്നത് എനിക്ക് ഒരു ഉടുത്തുമില്ല. അപ്പോൾ വേറൊരു അളവ് പാത്രം കണ്ടുപിടിക്കാം അല്ലേ.
അങ്ങനെ ഏതായാലും ഇതാ ചോറും ഊറ്റി വെച്ചു. പിന്നെ അടുത്തത് ആ തോരനും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പയറുപ്പേരും വെക്കാം, പാവക്കുപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കവറിലുണ്ടല്ല, മഞ്ഞ കവറിൽ, അത് പയറാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഉണ്ടാക്കാമെന്ന് കരുതി ആദ്യം ഞാൻ പാവക്കയാണ് അരിയണത്. അപ്പോൾ ഞാൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടാണ് കേട്ടോ. അപ്പം ആ സമയം എന്തോ ഉമ്മറ്റ വിളിച്ച് തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ പറയില്ല, 1-ാം തീയതിക്കത്തെ കാര്യമാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇത് പഠിച്ചോലെ ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടാണ് അതിൽ വീഡിയോ എടുത്തതെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇത് ഒഴിവാക്കാൻ വയ്യല്ലോ, വേറെ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ അത് വെച്ചിട്ട് അങ്ങനെ ഏതായാലും പാവക്കയാണ് ഞാൻ ഉപ്പേരിയായിട്ട് ഉണ്ടാക്കുന്നത്. ഭർത്താത്തിൻ്റെ ഇടയിൽ ഉപ്പേരിയൊക്കെ അരിയാനൊക്കെ നേരം വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് അരിഞ്ഞിട്ട് ആയപ്പോഴേക്കും തന്നെ 9:30 ആയിട്ടോ. അപ്പോൾ തന്നെ ആൾ പിന്നെ വന്ന് ചോദിച്ചു, ആയോ റെഡി ആയോ എന്ന് ചോദിച്ചിട്ട് 1-2 പേര് വന്നു കേട്ടോ കൊണ്ടുപോകാനേ. അപ്പോൾ എനിക്ക് ടെൻഷനായി. പിന്നെ ആ പയറുപ്പേരി ഉണ്ടാക്കിയില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു എന്നാൽ പിന്നെ ഇത് മതി, പാവക്കുപ്പേരി മതിയാണ്. പിന്നെ ഞാൻ അപ്പോൾ മുട്ട ഒരു 4 മുട്ട എടുത്തിട്ട് മുട്ട പൊരിച്ചിട്ട് 3 പീസാക്കിയിട്ട് അങ്ങനെ 3 പൊതിയാണല്ലോ കൊടുത്തേക്കണത്. അപ്പോൾ എനിക്ക് പിന്നെ ഉപ്പേരി കയ്പങ്ങ മാത്രമായപ്പോൾ എനിക്കൊരു എന്തോ പോലെ. അപ്പോൾ ഞാൻ കരുതി മുട്ടയും കൂടി പൊരിക്കാമെന്ന് കരുതി അങ്ങനെ അത് പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയ്പങ്ങ അത് അരിഞ്ഞിട്ട് ഞാൻ അതും കൂടി ഉണ്ടാക്കാൻ കേട്ടോ. ആദ്യം കടുക് ഇച്ചിരി ഇട്ട് കൊടുത്തു, എന്നിട്ട് പച്ചമുളകും കീറിയിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ചിലപ്പോൾ നമ്മൾ കുക്കറിൽ വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കുക്കറിൽ വേവിച്ചിട്ട് തുമിച്ച് എടുക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ അധികമൊക്കെ എനിക്കിഷ്ടം, ഏറ്റവും ഇഷ്ടം ഇതുപോലെയാണ്. പിന്നെ തൂമിച്ച് വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണതാണ് എനിക്കിഷ്ടം. അപ്പോൾ എനിക്കൊന്നുകൂടി ടേസ്റ്റ് തോന്നാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാനതാ പാവക്ക ഇട്ടു, പച്ചമുളക് കീറിയിട്ടു, അതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തു, നന്നായിട്ട് ഇളക്കി ഇങ്ങനെ മൂടി വെച്ചും തുറന്നിട്ട് ഇളക്കിയിട്ടും അങ്ങനെ വേവിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ടെൻഷൻ ആക്കുന്നുണ്ട് കേട്ടോ, അവർ വന്നതല്ലേ, അപ്പോൾ വേഗം പാക്ക് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര 10 മണി ആവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ആ ഫോണിൽ സംസാരിച്ച് നേരം മതി. പിന്നെ വേഗം ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്യാനുള്ള സംഭവത്തിന് നിന്നു. അപ്പോൾ മുമ്പ് കറി ഓൾറെഡി ആയിക്കണമല്ലോ, ചിക്കൻ കറി വേഗം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചൂടാറ്റാൻ വേറൊരു വലിയൊരു പാത്രത്തേക്ക് കുറച്ച് പാർന്ന് വെച്ചു. എന്നിട്ട് പിന്നെ ചൂടാറിയിട്ട് ആ കവർക്ക് ഒഴിക്കാമല്ലോ. അപ്പോൾ കറി കൊണ്ടുപോകാനുള്ള കവറക്കോല് കൊണ്ടുവന്ന് തരും കേട്ടോ. പിന്നെ ഒരു പൊതിയാനുള്ള പേപ്പറൊക്കെ കൊണ്ടുവന്ന് തരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുഖമാണ്. അപ്പോൾ അതിലുള്ള അടിയിൽ ഞാൻ പത്രം വിരിച്ചിട്ട് അതിന് മേലെ ചോറ് വെച്ചിട്ട് ഇങ്ങനെ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ചോറ് വിളമ്പാണ് ചെയ്യുന്നത്. അപ്പം പാക്കിങ് കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ചെയ്യാറുള്ളത്. അത് പിന്നെ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പം എന്താ ചോറ്, അപ്പോൾ കറിക്ക് ഞാൻ 2 കഷ്ണം ചിക്കനും പിന്നെ കുറച്ച് കറിയാണ് പാർന്നിട്ടുള്ളത്. 3 കവറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിലേക്ക് 1 കഷ്ണം ചിക്കനും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് കരുതി. അപ്പം അതാ കറി വെച്ചു. ഈ കറീൻ്റെ കവറില്ല, അതും ഈ ചോറിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് വെക്കണത്, സെപ്പറേറ്റ് അല്ല കേട്ടോ. അങ്ങനെ ഉള്ളിലേക്ക് തന്നെ വെക്കാനാണ് പറഞ്ഞതുപോലെ. അങ്ങനെ അതും വെച്ചു. കയ്പങ്ങ ഉപ്പേരിട്ടു. പിന്നെ ഈ വെയിറ്റ് ചെയ്യണത് എന്താ വെച്ചാൽ മുട്ട പൊരിച്ചത് ഇടാനായിട്ടോ. ഞാനപ്പോൾ പൊരിക്കണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചൂടോട് കൂടി തന്നെയാണ് അതിലേക്ക് വെക്കണത്. 1 പീസേക്ക് ഇതാ വെച്ചു. പിന്നെ ഇനി അടുത്തത് പാക്ക് ചെയ്യുമ്പോൾ അടുത്തേക്ക് വെക്കാതെ മുട്ട അപ്പോൾ പൊരിക്കണേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതാ നന്നായിട്ട് അടിപൊളിയായിട്ട് പൊതിയുന്നുണ്ട്. അത് ഞാൻ പൊതിഞ്ഞ എൻ്റെ ഹസ്ബൻഡിനൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് പൊതിയാൻ അറിയില്ല എന്നൊക്കെയാണ് മൂപ്പര് പറയണത്. അപ്പോൾ ഞാനെന്തായിക്ക് നോക്കാറില്ല, കാരണം അത് മൂപ്പർക്ക് അത് വൃത്തിക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. നല്ല അടിപൊളിയായിട്ട് തന്നെ പൊതിഞ്ഞ് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പൊതി റെഡിയായി. പിന്നെ അടുത്ത പൊതി ഞാൻ പിന്നെ എന്താ പറയുക പേപ്പർ പിന്നെയും തിരിച്ച് സെറ്റാക്കി അതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബാക്കി പേപ്പർ ഇവിടെ എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ മേശമേലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഫുഡ് കഴിക്കണ മേശല്ലേ അവിടെ ഇനു അയിമലേനു. അപ്പോൾ അത് എടുത്ത് കൊണ്ടുവന്നിട്ട് ഞാനൊരു പേപ്പർ എടുത്ത് വെച്ച് കൊടുക്കണം. അങ്ങനെ 3 പൊതിയുള്ളൂ ഇപ്രാവശ്യം. ഞാൻ എൻ്റെ ഒരു ടെൻഷൻ കൊണ്ടാണ് 3 പൊതി ആക്കിയത്. സാധാരണ 5 പൊതിയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അടുത്തതും കൂടി പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളത് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർ വന്നു, വേഗം കൊടുത്തയച്ചു കേട്ടോ എല്ലാം. പിന്നെ അച്ചാറുണ്ടായിരുന്നു, അത് ഇച്ചിരി ഇട്ട് കൊടുത്തു എല്ലാം നമ്മളെടുത്തുള്ളൊക്കെ. പക്ഷേ എനിക്ക് പയറുപ്പേരി ഉണ്ടാക്കാൻ പറ്റിയില്ല, ടൈം കിട്ടിയില്ല. അത് ഒന്നാമത് ഫോൺ വന്നുകൊണ്ട് ഞാൻ കുറച്ച് നേരം ലേറ്റായി, ഒന്ന് സാവധാനത്തിലായി. അതാണ് പ്രശ്നം. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അവർ ഇത് കൊണ്ടുപോയ അപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡും പിന്നെ പോയിട്ട് പൊറാട്ടയും മുട്ടക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടോ. പിന്നെ ചിക്കൻ കറി ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ടിരുന്നത് സപ്പോർട്ട് ചെയ്യണേ.